നിങ്ങൾ സിംഗിൾ ഡോർ ഉപയോഗിക്കുന്നവരാണോ? എന്നാൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഫസ്റ്റ്, കൂളിംഗ് കൺട്രോൾ സ്വിച്ച്. ഫ്രിഡ്ജിൻ്റെ അകത്തെ തണുപ്പ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഈ സ്വിച്ചിനെ ഉപയോഗിക്കുന്നു. ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ നമുക്ക് തണുപ്പ് കൂട്ടുകയും ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ തണുപ്പ് കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അടുത്തത് ഡീഫ്രോസ്റ്റിംഗ് സ്വിച്ച്. ഈ കൂളിംഗ് കൺട്രോൾ സ്വിച്ചിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു പുഷ് ബട്ടൺ സ്വിച്ചിനെ കാണാം. അതാണ് ഡീഫ്രോസ്റ്റിംഗ് സ്വിച്ച്. ഫ്രീസറിൻ്റെ അകത്ത് അമിതമായ ഐസ് പിടിച്ചാൽ ഒരു കാരണവശാലും കുത്തി കളയാൻ ശ്രമിക്കരുത്. കാരണം ഈ പോർഷനിൽ കൂടെയാണ് നമ്മുടെ കൂളിംഗ് ഗ്യാസ് പോകുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇതിനൊരു ചെറിയ ഡാമേജോ ഒരു ചെറിയ കീഴ്ത്തയോ വീണ് കഴിഞ്ഞാൽ അതുവഴി ഗ്യാസ് നഷ്ടപ്പെടുകയും അതിന് ത്രൂ ഫ്രിഡ്ജിന് കൂൾ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ കീഴ്ത്തയിൽ കൂടെ എന്തെങ്കിലും കാരണവശാൽ ഇച്ചിരിയെങ്കിലും വെള്ളം കംപ്രസറിൽ ചെന്നാൽ കംപ്രസറും കംപ്ലൈൻ്റ് ആവും. അങ്ങനെ ഒരു പുതിയ ഫ്രിഡ്ജ് മേടിക്കുന്ന തന്നെ പൈസ നമ്മൾ നന്നാക്കാൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഐസ് വന്നാൽ കുത്തി കളയാൻ ശ്രമിക്കരുത്. പിന്നെ ഐസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഐസ് വന്നാൽ ഒന്നും ചെയ്യേണ്ട, സിമ്പിളായിട്ട് ഈ ബട്ടൺ ഞെക്കി കൊടുത്താൽ മാത്രം മതി. ഈ ബട്ടൺ ഞെക്കി കൊടുക്കുന്നതിൽ കൂടെ ഐസ് മൊത്തം ഉരുകി തീരുന്നവരെ കംപ്രസർ ഓഫ് ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും. പിന്നീട് അകത്തെ ഐസ് കംപ്ലീറ്റ്ലി ഉരുകി പോയതിന് ശേഷം മാത്രമേ കംപ്രസർ പഴയ പോലെ പ്രവർത്തിക്കുകയും പഴയ പോലെ ഭയങ്കര കൂളിംഗ് തരുകയും ചെയ്യത്തുള്ളൂ. കമ്പനിക്കാർ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാ 3 ദിവസം കൂടുമ്പോൾ ഡീഫ്രോസ്റ്റിംഗ് ബട്ടൺ ഞെക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉപയോഗം പെർഫോമൻസ് കൂട്ടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് ഫ്രിഡ്ജ് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ ഡെലിവറിക്ക് ശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രമേ ഫ്രിഡ്ജ് കുത്തിയിടാൻ പാടുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ കുത്തിയിട്ട് 10 മണിക്കൂറിന് ശേഷം മാത്രമേ അകത്ത് പച്ചക്കറികളോ വെജിറ്റബിൾസോ ഒക്കെ ലോഡ് ചെയ്യാൻ പാടുള്ളൂ. 10 മണിക്കൂർ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വേണം കുത്തിയിടാൻ.